നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം അമേരിക്കൻ പ്രസിഡന്റായി തീരുകയും അടിമത്തത്തിനെതിരെ പോരാടി സ്വന്തം ജീവൻ തന്നെ തൃണമൽ ഗണിച്ച് വലിച്ചെറിഞ്ഞ അദ്ദേഹത്തിന്റെ പേരാണ് എന്താ പേര്? എബ്രഹാം ലിങ്കൺ. എന്താ സാറെന്താ ഉദ്ദേശിച്ചത്? താനെന്താ ഉദ്ദേശിച്ചത്? അല്ല, അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര് അല്ല, തന്റെ പേര്. സന്ദീപ് എസ് നായർ. സ്നേഹമുള്ളവർ എന്നെ സന്ദൂന്ന് വിളിക്കും. ഞാൻ സ്നേഹമില്ലാത്തവൻ, അതുകൊണ്ട് ജന്തുന്ന് വിളിക്കും. ഹലോ, ആ സൗദി ജമാൽ എന്നടാ മുക്കേ. അംബാസഡറോ? വേണ്ട വേണ്ട വേണ്ട. പെണ്ണ് കാണുന്നത് ഓന് വേണ്ടി തന്നെയാണ്, കെട്ടണത് ഓനാ. പക്ഷേ ഓൻ്റെ മാമയാണ് ഞാൻ. ഈ സൗദി ജമാലിന് കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ട്. ഞാൻ ഈ ഇട്ടിക്കണ സിൽക്ക് ജുബയ്ക്ക് എത്ര കൊടുത്തിക്കണെന്നറിയോ? ആ സൗദി ജമാൽ കൂട്ടുവരണോ ഇന്നോവ തന്നെ വേണം, അതും വെളുത്തത്. എന്താന്നോ ഞമ്മൾ നല്ല വെള്ളേൻ്റെ ജുബയിലിട്ടിക്കണ്. ആ ഇനിയിപ്പോ ശൈലം ആയാലും മതി, പക്ഷേ വെളുത്ത തന്നെ വേണം എൻ്റെ ജുബക്ക് മാച്ചായിട്ടേ. എടാ ഹമുക്കേ, അന്നല്ലടാ, ഞാൻ വേറൊരു നായിനെ വിളിച്ചതാ. എൻ്റെ കായ് പറ്റിച്ചിട്ടൊരു നായി മുങ്ങി ഇറക്കും. ഞാൻ ഓരോന്ന് കുറ്റാണ്. എവിടുക്കപ്പാ നായി മുങ്ങി? ഒരു ചോത്ത കുപ്പായിട്ട നായി ഇതിനെ പോയാ? കിലോ 50. അല്ല ചുമ്മാ ആ ഗഫൂറേ, വണ്ടി ഞാൻ ഇനിയിപ്പോൾ ഏത് വണ്ടി വേണമെന്ന് അയച്ചോ. വെള്ള വേണമെന്നൊന്നുമില്ല, ഏത് കളർ ഇതിന് മാച്ചാവും. ഞാൻ ഡ്രൈവ് ചെയ്യാം മോനെ, പിന്നെ വിളിക്കാം. ആരാടാ ശിവരാമ? എന്റെ മോനാ സർ. സന്ദീപോ? അതെ. അവനിനി തിരിച്ചു പോകുന്നില്ലേ? ഒന്നും ആയിട്ടില്ല സർ. PSC കോച്ചിങ്ങിന് പോകുന്നുണ്ട്. ഇത്രയും പഠിപ്പിച്ചിട്ട് എങ്ങനെ കൂലിപ്പണിക്ക് വിടുന്ന? എല്ലാ ജോലിക്കുണ്ട് ശിവരാമ അതിൻ്റെ ഒരു അന്തസ്. അത് ശരിയാ, പക്ഷേ എല്ലാ അച്ഛന്മാർക്കും ഉണ്ടാവില്ല സർ ഓരോ സ്വപ്നങ്ങള്. മ്യൂസിക് റെഡിയല്ലേ? നീ എന്റെ കാല് വാരല്ലേ? പോയി തുടങ്ങടോ. വില്ലൻ വില്ലൻ ഇത് നായകൻ. നായകന്റെ ഡയലോഗാണ്. ആരാ മനസ്സിലായില്ല? ആരാ മനസ്സിലായില്ല? വില്ലൻ വില്ലൻ ഞാനല്ലേ? എന്നെ മനസ്സിലായില്ലേ? എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് രാജപദവി അണ്ടർവെയർ അല്ല, അണ്ടർ വേൾഡ് കിങ്. ആദ്യമായിട്ടായോണ്ട ഇനി തെറ്റിക്കില്ല. എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഞാൻ കോതണ്ടപാണ് റെഡി. കോതമംഗലത്ത് പോകാൻ റെഡി. അയ്യോ, വീണ്ടും തെറ്റി. കോദണ്ഡപാണി റെഡി. കോതണ്ടപാണ് റെഡി. ഈ പേരൊന്ന് മാറ്റിക്കൂടെ? അച്ചോ, ഈ പേരൊന്ന് മാറ്റിക്കൂടെ? അവനെ അങ്ങ് മാറ്റ്. അത് വേണ്ടോ, ഞാൻ ചെയ്യാം. അച്ഛാ, അടുത്ത ഡയലോഗ് പറഞ്ഞു കൊടുക്കണം. നീ എന്നോട് ചെയ്ത തെറ്റുകൾ ഓരോന്നായി ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായി ഞാൻ തോർത്തിൽ വെച്ചിട്ടുണ്ട്. അയ്യോ, തോർത്തല്ല മുണ്ട്. ഇനി പറഞ്ഞു കൊടുക്കണോ ശരിക്ക്? ഇത് എന്റെ ഡയലോഗ് ശ്രദ്ധിച്ചോ. എന്നെ മാറ്റില്ല അച്ചോ. നിന്റെ കുടുംബത്തെ മുഴുവൻ അപ്രത്യക്ഷമാക്കാനുള്ള കരുത്ത് ഇന്നെനിക്കുണ്ട്. താൻ പറഞ്ഞോ. നിന്റെ കുടുംബത്തെ മുഴുവൻ അപ്പുറത്തെ ജംഗ്ഷനിൽ കൊണ്ടുവയ്ക്കാനുള്ള കരുത്ത് ഇന്നെനിക്കുണ്ട്. ശരിക്ക് പറഞ്ഞു കൊടുക്കണോ? ജംഗ്ഷൻ അല്ല, അപ്രത്യക്ഷമാക്കാൻ, നശിപ്പിക്കാൻ. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരെ. നശിപ്പിക്കാനുള്ള കരുത്ത് ഇന്നെനിക്കുണ്ട്. അടുത്ത ഡയലോഗ്. എന്റെ ഉപാസനാമൂർത്തികൾ. ഉപാസനാമൂർത്തികൾ. ബാക്കി പറ, അതങ്ങനെങ്കിലും ഞാൻ പഠിച്ചു. എന്റെ ഉപാസനാമൂർത്തികൾ എന്നും എന്നോടൊപ്പം ഉണ്ട്. എന്റെ ഉപാസനാമൂർത്തികൾ എന്നും എന്നോടൊപ്പം ഉണ്ട്. എന്നെ ധിക്കരിക്കരുത്. നീ എന്റെ നിക്കറഴിക്കരുത്. ഇത് പള്ളി പെരുന്നാൾ നടക്കുന്ന നാടകമാ. ഞാൻ ചെയ്യാച്ചോ. കുറച്ചും കൂടെ ഗാംഭീര്യത്തിൽ നിക്കറഴിക്കാൻ നോക്കരുത്. അയ്യേ, അങ്ങനല്ല. അടുത്തത് വില്ലന്റെ മൂത്ത് നോക്കിയിട്ട് പുരുഷോത്തമനത്രേ. പുരുഷമൂത്രമാണത്രേ. അയ്യോ, അങ്ങനെയല്ല, അങ്ങോട്ട് ചുടിച്ച് പറയണം. പുരുഷമൂത്രമാണത്തെ. ഡയലോഗ് എഴുതി വെച്ചിട്ട് പറയാൻ പറ്റില്ല എന്ന് വെച്ചാ പിന്നെ അങ്ങനെ ബാക്കിയുള്ളവർ പറയും. ഞാനൊരു പള്ളിയിലച്ഛനാണ്. പള്ളിയിലച്ഛനെന്ന് വെച്ച് എന്ത് തെണ്ടിത്തരം എഴുതി വെക്കാൻ അതൊന്നും പറ്റില്ല. ഈ ഡയലോഗ് അച്ഛൻ തെറ്റാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ സ്റ്റേജ് മൊത്തം വേണ്ട അച്ചോ. നമുക്ക് ആ പാട്ട് നോക്കാം. പപ്പേട്ടൻ പ്രാക്ടീസ് ചെയ്തിട്ട് ഇഷ്ടം പോലെ ആയിക്കോ. എന്താ ചേട്ടാ, ചേട്ടാ, എന്താ? അച്ഛന് സുഖമില്ല. എന്തു പറ്റി? തലകറക്കം. രാവിലെ എയർപോർട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. വാ വാ.
എനിക്കൊന്നും ഇല്ലടി, ചെറിയൊരു തലയുറ്റില്, അത്രേ ഉള്ളൂ. നിങ്ങൾ അവിടെ അടങ്ങിയിരിക്കുന്നു. ശരിക്കും അവിടെ ഇരിക്കാൻ പറ്റുമോ? എയർപോർട്ടിൽ പോയി മേനോ സാറിന്റെ കൊച്ചുമോളെ കൂട്ടിക്കൊണ്ട് വരണ്ടേ? പിന്നെ തലവറ്റിലുള്ള അച്ഛനല്ലേ എയർപോർട്ട് വരെ വണ്ടി ഓടിക്കാൻ പോകുന്നു. അവരോട് വല്ല ടാക്സിയും പിടിച്ച് വരാൻ പറ. അതൊന്നും ശരിയാവില്ല, സാറിനൊന്നും ഇഷ്ടപ്പെടുക. അച്ഛന് വയ്യെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? എങ്കിൽ ചേട്ടൻ പോ, അപ്പൊ കുഴപ്പമില്ലല്ലോ. ആ അത് ശരിയാ, നീ പോയാ മതി. അല്ലെങ്കിൽ നിനക്കറിയാവുന്ന ഏതെങ്കിലും കാറ് വിളിച്ചു വിട്. വേണ്ട വേണ്ട, ആ കുട്ടി തനിച്ചാ ബോംബെന്ന് വരുന്നത്. പരിചയമില്ലാത്തൊരു വണ്ടിയൊക്കെ ഏർപ്പാടാക്കിയ മേനോ സാറിന് ഒട്ടും ഇഷ്ടപ്പെടുകയല്ല. ഞാൻ തന്നെ പോയിക്കോളാം. വേണ്ട, ഞാൻ പൊക്കോളാം. ഞാനൊന്ന് റെഡി ആവട്ടെ. ഇപ്പൊ തന്നെ സമയം പോയി, കുളിക്കാനൊന്നും നിൽക്കണ്ട. ഒരു ബോംബെക്കാരി പെങ്കൊച്ചിനെ സ്വീകരിക്കാൻ പോകുമ്പോഴേ എന്റെ പൊസിഷൻ ഞാൻ വേണ്ടേ സേഫ് ആക്കാൻ? ഡാഡി, അതിന് പെണ്ണ് കാണാൻ പോകുന്നല്ലോ നീ. പെണ്ണ് എന്നെ കാണൂലേ? ഓ, ഇവന്റെ ഈ സാമാട്ട് കാണുമ്പോഴേ എനിക്ക് ഒന്ന് പുറകെ ഒന്ന് കക്കൂസ് പോവാലോ, അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. യോ ജമാലിക്ക, വാ വാ അങ്ങോട്ട് വാ. നിർത്തിക്കോ, നിർത്തേ വണ്ടി. മാലാലെ മാല ഗണപതി ഭഗവാനെ. ഇറങ്ങി. ജമാലിക്ക വളരെ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവാണ്. തടയുന്നത് ആരെ പറ്റിക്കാനാണ് അത്യാവശ്യമായിട്ട് കെട്ടിയെടുക്കുന്നത്? ആരെ പറ്റിക്കാൻ? പോക്കറ്റ് അതൊന്നുമില്ല, അത് മുക്കുമണ്ണാണ്. ജമാലിക്ക നോക്ക്, ജമാലിനെയാണ് പറ്റിക്കാൻ പോണ്. ഇക്കുന്ന സ്വർണം കണ്ടാ തിരിച്ചറിയൂല. ജമാലിക്ക പിന്നെ മുക്കുമണ്ണല്ലേ ഇങ്ങനെ പോക്കറ്റിലോട്ട് സൂക്ഷിച്ച് കിടക്കണേ. ഞാനൊരു സത്യം പറയട്ടെ ജമാലിക്ക, അനിയത്തിന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി അമ്മ തന്ന താലിമാലയാണ് കൊണ്ടുപോരുത് പ്ലീസ്. അങ്ങനെ വൈക്കുവാ ഇതിന്റെ ബുദ്ധിയെ പരീക്ഷിക്കുന്നു. എടാ അടവ് കുറെ ഞാനും കണ്ടതാ. ഇപ്പൊ എല്ലാം കബൂലായി. ഈ മാല പണയം വെച്ചിട്ട് ഞാൻ എന്റെ 35,000 എടുക്കും. അനക്ക് കായ് കിട്ടുമ്പോ ഇത് പോയിട്ട് എടുത്തോ, ഇത് അവിടെ തന്നെ ഉണ്ടാവും ബാങ്കില്. മനസ്സിലാക്കി ജമാലിക്ക, എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പൊ വിരോധം ഉണ്ടായാലും വലിയ കുഴപ്പമൊന്നുമില്ലടോ. ഞമ്മക്ക് നമ്മുടെ കായ് കിട്ടിയല്ലോ. ഇവിടെ ചളിയാക്കല്ലേ ഉള്ള സുബർ. പടച്ചോൻ കഴിഞ്ഞ ജമാലിക്കാന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായി. ഡ്രൈവർ, നിവേദിത മേനോൻ. യെസ്. നാളെ വൈകിട്ടോ? സോറിടാ, ഞാനിപ്പം നാട്ടിലേക്ക് വന്നതേ ഉള്ളൂ. ഇല്ല, സ്ട്രിക്ട്ലി ഒഫീഷ്യൽ. കുറച്ച് ആംബിയൻ സൗണ്ട്സ് എടുക്കണം. അറിയില്ല, ഡാഡി മമ്മിയും ചിലപ്പം നാളെ വന്നേക്കും.